ഗ്ലോബൽ ബൈനിയൽ കോൺഫറൻസ് 2-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ ഹോട്ടൽ ഹാത്ത് റിജൻസി നടക്കാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഈ പ്രസ് മീറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ലോകമെമ്പാടുമുള്ള മലയാളികളെ കോർത്തിണക്കി 42 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ആഗോള സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. മലയാളികളായ സഹോദരങ്ങൾക്ക് സഹായം ചെയ്യുക അതാണ് പ്രഥമമായി നമ്മുടെ ലക്ഷ്യം. സാമ്പത്തികമായി സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക്, മലയാളി സുഹൃത്തുക്കൾക്ക്, മലയാളി സഹോദരങ്ങൾക്ക്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടുന്ന ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കുകയാണ് പ്രഥമമായ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വേൾഡ് മലയാളി കൗൺസിൽ നിരവധി പ്രോഗ്രാമുകൾ, പ്രോജക്റ്റുകൾ നമ്മുടെ രാജ്യത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബൈനിയൽ കോൺഫറൻസ് ഏതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ബൈനിയൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് 2-ാം തീയതി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളാണ്. അദ്ദേഹത്തോടൊപ്പം പല മന്ത്രിമാര്, ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാലൻ സാറ്, അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ സാറ്, അങ്ങനെ പ്രമുഖരായ മന്ത്രിമാരും വളരെ പ്രമുഖരായ വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട്. ഈ കോൺഫറൻസിൽ ഏറ്റവും പ്രധാനമായ ഹൈലൈറ്റ് നമ്മുടെ വളരെ കാലം വേൾഡ് മലയാളി കൗൺസിലിനെ നയിച്ച ഡോക്ടർ ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നമ്മൾ ചില പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റില് 25 വീടുകൾ, നിർധനരായ ആൾക്കാർക്ക്, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം താമസിക്കുന്ന നിർധനരായ കുടുംബങ്ങൾക്ക് 25 ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നു. അതിന്റെ 5 പേർക്കുള്ള താക്കോൽദാനം മുഖ്യമന്ത്രി അന്ന് നിർവഹിക്കും. അതോടൊപ്പം നമ്മുടെ പ്രഥമ പുരസ്കാരം WMC ആദ്യമായി ഏർപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരിക നായകന്മാർക്കുള്ള പ്രഥമ പുരസ്കാരം അന്ന് ശ്രീ പ്രഭാവർമ്മയ്ക്ക് ശ്രീ മുഖ്യമന്ത്രി അന്ന് കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നമുക്ക് സാമൂഹ്യ സേവന രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഗൾഫാർ മുഹമ്മദ് അലിക്ക് ഇബ്രാഹിം ഹാജിയുടെ പേരിലുള്ള വേൾഡ് മലയാളി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഗോൾഡൻ ലാൻഡേൺ അവാർഡ് അന്ന് സമ്മാനിക്കും. അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ, നമ്മുടെ രാജ്യത്തെ പ്രോജക്റ്റുകൾ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും അമേരിക്കയിലും ഒക്കെ മലയാളി ഈ WMC നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആ പ്രവർത്തനങ്ങളെല്ലാം അവർ തീർച്ചയായിട്ടും സംസാരിക്കും. ഞങ്ങളുടെ ഈ കോൺഫറൻസിന്റെ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി അവരുകളാണ്. അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ആളാണ്. ഗ്ലോബൽ കോൺഫറൻസിന്റെ പ്രസിഡന്റ് അദ്ദേഹമാണ്. ഗ്ലോബൽ കോൺഫറൻസ് നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ ചെയർമാൻ ശ്രീ ഗോപാലപിള്ള അവരുകളാണ്. അദ്ദേഹം താമസിക്കുന്നത് USA-ലാണ്, ഡാലസിലാണ്. ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ സാറ് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ ഷൈൻ ചന്ദ്രസേനൻ, അദ്ദേഹം മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പ്രസിഡന്റ് ആണ്. ഞങ്ങളുടെ കോർ കൺവീനർ ആണ് മിസ്റ്റർ ക്രിസ്റ്റഫർ. അതുപോലെ തന്നെ ശ്രീ സന്തോഷ് ഡയസിഡിക്കുള, അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ വന്നിരിക്കുകയാണ്. ശ്രീ ശശി നായർ, അദ്ദേഹം നമ്മുടെ സൗത്ത് പ്രൊവിൻസ് കേരള WMC കേരള ഘടകത്തിന്റെ സൗത്ത് പ്രൊവിൻസിന്റെ ചെയർമാനാണ്. ശ്രീ ഹക്കീം ഭായി നമ്മളുടെ അബുദാബിയിലാണ്. അദ്ദേഹം നോർക്ക പ്രസിഡന്റ് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീകുമാർ സാറ്, സുമരൻ സാറ്, ഡെൻസൺ, ഡോക്ടർ അനിൽകുമാർ സാറ്, ഇതെല്ലാം WMC പ്രസാദ് നമ്മുടെ കേരള കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. എല്ലാവരും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ പ്രസ് കോൺഫറൻസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ആഗോളപരമായിട്ട് WMC നടത്തുന്ന ചില പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളെ കുറിച്ച് ശ്രീ ജോൺ മത്തായി സംസാരിക്കും. അതിനുശേഷം അവരവരുടെ റീജിയനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കും. വേൾഡ് മലയാളി കൗൺസിലിന്റെ സ്നേഹമാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യ റീജിയന്റെ ചെയർമാനും വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ കോൺഫറൻസിന്റെ ചെയർപേഴ്സണുമായ ഡോക്ടർ വിജയലക്ഷ്മി മാഡം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആമുഖമായിട്ട് പറഞ്ഞു. ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നത് 1995 ന്യൂജേഴ്സിയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇത് മറ്റുള്ള സംഘടനയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് ഇതൊരു മലയാളികളുടെ സംഘടനയാണ്. ഇതൊരു പ്രവാസി സംഘടനയല്ല എന്നുള്ളതാണ്. മലയാളി ഫോർ മലയാളീസ് ആൻഡ് മലയാളീസ് ഫോർ മലയാളീസ്. അതിലൊരു മലയാളിക്ക് വേണ്ടിയും മലയാളികൾ മലയാളിക്ക് വേണ്ടിയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പ്രത്യേകം. 42 രാജ്യങ്ങളിൽ നമുക്ക് പ്രൊവിൻസുകളുണ്ട്.
ഈ പ്രൊവിൻസുകളെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള സാമൂഹിക സേവന രംഗത്ത് മികവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രൊവിൻസുകളാണ്. നമ്മൾ ഈ ഗ്ലോബൽ കോൺഫറൻസ് എല്ലാ 2 വർഷം കൂടുമ്പോഴും നമ്മൾ ബൈനിയൽ കോൺഫറൻസ് നടത്തുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബഹ്റിൽ വെച്ചാണ് നടത്തിയത്. ഈ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വെച്ച് ഹയത്ത് റീജൻസി ഹോട്ടലിൽ 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെ വിപുല പരിപാടികളാണ്. അത് നമുക്ക് ഏകദേശം 10 ഇന്റർനാഷണൽ ഫോറംസ് ഉണ്ട്. അതിനകത്ത് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഫോറം, ബിസിനസ് ഫോറം, എഡ്യൂക്കേഷൻ ഫോറം, കൾച്ചറൽ ഫോറം, അങ്ങനെ ഒട്ടനവധി. എല്ലാ ദിവസവും 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നുള്ള ദിവസങ്ങളിലെല്ലാം വിജ്ഞാനപൂർവമായ ഒരു കോൺഫറൻസ് ആണ് നടക്കുന്നത്. സാധാരണ സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് ഗുണം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സബ്ജക്റ്റ്. മെഡിക്കൽ ഫോറത്തിൽ നമുക്ക് ഈ ആധുനികമായ മെഡിക്കൽ സംവിധാനത്തെ പറ്റി സംസാരിക്കാൻ മെഡിക്കൽ ഫോറത്തിൽ നമുക്ക് 250 ഡോക്ടേഴ്സ് ഉള്ള ഒരു മെഡിക്കൽ ഫോറമാണ്. അതുപോലെ എഡ്യൂക്കേഷൻ ഫോറമുണ്ട്. ഇതെല്ലാം ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കും. അവരുടെ പ്രതിനിധികൾ ഏകദേശം 500 പ്രതിനിധികളോളം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ ആമുഖമായിട്ട് പിന്നെ വിജേഷ് മാഡം പറഞ്ഞ പോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭവന പദ്ധതി അത് മിഡിൽ ഈസ്റ്റിന്റെ പ്രസിഡന്റ് വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. 5 പേരുടെ താക്കോൽദാനം നമ്മൾ ഇവിടെ നടത്തും. മുഖ്യമന്ത്രി നടക്കുന്നുണ്ട്. ബാക്കി അതിന്റെ കാര്യങ്ങൾ ഷൈൻ ചന്ദ്രസേനൻ പറയും. അതുപോലെ നമ്മുടെ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മുൻ ചെയർമാൻ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ദ ബെസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ ഗോൾഡൻ ലാറ്റിൻ അവാർഡ് അത് ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തത് ഡോക്ടർ ഗൾഫാർ മുഹമ്മദിനെയാണ്. അദ്ദേഹം ഇത് ഇവിടെ വരികയും അത് സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ മലബാർ ഗോൾഡിന്റെ ചെയർമാൻ നമ്മൾ ഗസ്റ്റ് ഓഫ് ഓണർ കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രഭാവർമ്മയ്ക്ക് സാഹിത്യ പുരസ്കാര അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആമുഖമായിട്ട് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചെയർമാൻ വിശദീകരിക്കുന്നതായിരുന്നു. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. വേൾഡ് മലയാളി കൗൺസിൽ കേരള ഗവൺമെന്റുമായിട്ട് ചേർന്ന് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അത് KK ഇജമുമായിട്ട് ചേർന്ന് കേരള നോളജ് എക്കണോമിക് മിഷനുമായിട്ട് ചേർന്ന് 20 ലക്ഷം പേർക്ക് ജോലി കണ്ടെത്തുക എന്നുള്ള ഒരു ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് ഉണ്ട്. അതുമായിട്ട് ചേർന്നിട്ട് ഏക സംഘടന വേൾഡ് മലയാളി കൗൺസിലാണ് അവരുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തത്. അതിന്റെ ഭാഗമായി നമ്മൾ 42 രാജ്യങ്ങളിൽ ഈ KKM-ന്റെ പോർട്ടലുമായിട്ട് ബന്ധിപ്പിച്ച് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യും. ഇവിടെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അതാണ് ഗവൺമെന്റ്. അത് ഈ കഴിഞ്ഞ മാസം 5-ാം തീയതി മുഖ്യമന്ത്രിയുമായിട്ടുള്ള സമ്മേളനത്തിൽ നമ്മൾ സൈൻ ചെയ്ത കോൺട്രാക്ട് നമ്മളുണ്ട്. അതുകൂടെ പറയുവാൻ ഞാൻ ഈ അവസരം. ഞങ്ങളുടെ WC വേൾഡ് മലയാളി കൗൺസിലിന്റെ ഭീഷ്മാചാര്യനാണ് ശ്രീ ഗോപാലപിള്ള. ഗോപാലപിള്ള സാറ് 1995 തൊട്ട് ഈ WMC ഉടലെടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ WMC പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ആരാധ്യനായ ചെയർമാനാണ്. അദ്ദേഹം WMCയെ കുറിച്ച് നിങ്ങളുമായി. താങ്ക് യു ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗോപാലപിള്ള. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ അതിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ എല്ലാ പൊസിഷനിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 1995 വേൾഡ് മലയാളി കൗൺസിൽ ആരംഭിച്ചത്. ന്യൂജേഴ്സിയിൽ ആരംഭിച്ച ഈ സംരംഭം ലോകമെമ്പാടുമുള്ള മലയാളികളെ കോർത്തിണക്കി ഒരു കീഴിൽ കൊണ്ടുവന്ന ഒരു എല്ലാവർക്കും ഉപയോഗം വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, അതിൻ്റെ കൂടെ അറിയിക്കുന്നവരെ സഹായിക്കുക. പിന്നെ ഇതിനകത്ത് ഓരോ മലയാളി സുഹൃത്തും എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരുടെ ഏത് കരിയറാണോ അതിനെ പ്രൊമോട്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള ഫോറംസ് ആണ് വേൾഡ് മലയാളി കൗൺസിൽ. ഏകദേശം 11 ഫോറത്തോളം നമുക്ക് വർക്കിങ്ങിലുള്ള ആക്റ്റീവായിട്ട് 7 ഫോറംസ് ആണ്. അവരുടെ എല്ലാ സെമിനാഴ്സ് ഈ 3-ാം തീയതി ഓഗസ്റ്റ് 3-ാം തീയതി ഉണ്ടായിരിക്കുന്നതാണ്. ഈ വേൾഡ് മലയാളി കൗൺസിൽ രൂപം കൊണ്ടപ്പോൾ 1995 ഒരു ബൈലോ ഉണ്ടായി. ആ ദിവസം തന്നെ ഒരു ബൈലോ ഫോം ചെയ്തു. ആ ബൈലോ തന്നെയാണ് വേൾഡ് മലയാളി കൗൺസിൽ വലിയ വ്യത്യാസവും ഇന്നും പ്രാബല്യത്തിൽ കൊണ്ടിരിക്കുന്ന ആ ബൈലോ. ഇതിന്റെ പ്രവർത്തന സൗകര്യത്തിനായിട്ട് നമ്മൾ വേൾഡ് മലയാളി കൗൺസിലിനെ 6 റീജിയനായി തിരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്, ആഫ്രിക്ക, ഇന്ത്യ. അപ്പൊ ഈ 6 റീജിയനിലായിട്ട് ഇപ്പം സാറ് പറഞ്ഞതിന്റെ കൊണ്ട് നമുക്ക് ഏകദേശം 40ഓളം രാജ്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും മലയാളികളുടെ നല്ല ഇന്ത്യൻ സമൂഹത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ പോലെ ഒരു സംഘടനയില്ല. ലോകമെമ്പാടുമുള്ള ഒരു സ്റ്റേറ്റ് റീജിയൻ നമ്മൾ നോക്കിയാലും ഇതുപോലെ ഒരു സംഘടനയില്ല. ഇത് നമുക്ക് അന്യോന്യം അറിയാനും സഹായിക്കാനും സഹകരിക്കാനും സന്തോഷിക്കാനും ഉള്ള ഒരു സംഘടനയായിട്ടാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 3-ാം തീയതി രാവിലെയാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടുക. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ ശരിക്കും പഠിച്ചിട്ട് കറക്റ്റ് ചെയ്യേണ്ടുന്നത് കറക്റ്റ് ചെയ്യുക, കൂടുതൽ പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ഒഫീഷ്യൽ മീറ്റിങ്ങുകൾ നടക്കുന്നത്. കൂടാതെ ധാരാളം ഉപയോഗപ്രദമായ സെമിനാറുകളും അന്ന് നടക്കുന്നുണ്ട്. വേൾഡ് മലയാളി കൗൺസിലിന്റെ ആസ്ഥാനം അമേരിക്കയാണ്. അതിന്റെ സെക്കൻഡ് ആസ്ഥാനമാണ് ഇന്ത്യ. ഇവിടെ 2 നമ്മൾ ഇൻകോർപ്പറേറ്റഡ് ആണ്. ട്രസ്റ്റ് ആണ് ഇന്ത്യയിൽ ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ കോർപ്പറേറ്റ് ചെയ്ത് നോൺ പ്രോഫിറ്റ് സ്റ്റാറ്റസ് നമുക്കുള്ളതാണ്. എല്ലാ രാജ്യത്തും ഞാൻ പറയുമ്പോൾ ഏകദേശം 9ഓളം രാജ്യങ്ങൾ നമുക്ക് ഇതിന്റെ പേറ്റന്റ് ട്രേഡ് മാർക്ക് വേൾഡ് മലയാളി കൗൺസിൽ എടുത്തിട്ടുണ്ട്. അമേരിക്കയിലെ ആ ട്രേഡ് മാർക്ക് ഒരു ലോഗോയാണ്. അത് കാണാൻ പുറകില് ഒരു ഗോളത്തിന്റെ ഒരു 11 പേര് വർക്ക് ചെയ്യുന്ന ഒരു തുഴയുന്ന ഒരു എമ്പളമാണ് ഇതിനുള്ളത്. ആ 11 പേരും ഓരോ കൗൺസിലും 11 ഓഫീസേഴ്സാണ്. അവരൊന്നിച്ച് തുഴയുമ്പോഴാണ് വള്ളം മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു ലോഗോ ആണ് നമുക്കുള്ളത്. ഇതിന്റെ ആ ലോഗോ ഇന്ന് നമുക്ക് USA, കാനഡ, യൂറോപ്പ്, UK, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, റഷ്യ, ആഫ്രിക്ക, UAE, ഫിലിപ്പൈൻസ്, ഇവിടെ ഇന്ത്യയിൽ നമ്മുടെ 2 ക്ലാസ് സെക്ഷൻ ക്ലാസ് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും ഫുള്ളി പ്രിപ്പയർഡ് ആണ് നമ്മൾ ഇതിന്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലായിടത്തും നല്ലവണ്ണം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ അമേരിക്കയിൽ നമ്മൾ പറഞ്ഞെങ്കിൽ അമേരിക്കയിൽ നമ്മളിപ്പോൾ അമേരിക്കൻ പ്രൊവിൻസുകൾ കൂടിയിട്ട് ഒരു 11 വീടുകൾ നമ്മൾ അർഹിക്കുന്നവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ ഇപ്പം നമുക്ക് പുനലൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല് തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതിലെ മൊത്തം മോണിറ്റേഴ്സ്, ഈ പേഷ്യൻ്റ് ഇരിക്കുന്ന റൂംസിലുള്ള മോണിറ്റേഴ്സ് 25 അവർക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഏരിയ പിന്നെ അന്നത്തെ ആവശ്യത്തിനുള്ള ബെഡ്ഷീറ്റുകൾ മുഴുവൻ നമ്മളാണ് പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞുതരും. ക്വസ്റ്റ്യൻസ് എന്തുണ്ടെങ്കിലും ചോദിക്കാൻ കഴിയും. മറന്നുപോയി, ഈ അടുത്ത വർഷം 2025 21 ആൾക്കാരുടെ വിവാഹം അർഹിക്കുന്ന ഫാമിലി, അങ്ങനെ 50ഓളം ഫാമിലി ഹാപ്പി ആകുന്നത് ഒരു അവസരമാണ്. കോട്ടയത്ത് വെച്ചാണത്. അവിടെ ഫിലാഡൽഫിയ പ്രൊവിൻസ് ആണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി അതിന്റെ വർക്ക് കോട്ടയത്ത് നടന്നിരിക്കാം. താങ്ക് യു സർ. മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചുരുക്കി മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് ശ്രീ ഷൈൻ ചന്ദ്രസേനൻ നിങ്ങളോട്. മലയാളികളുടെ പരിചയമാണ് വേൾഡ് മലയാളി കൗൺസിൽ. ലോകമാകമാനമുള്ള മലയാളികളെ ചേർത്ത് നിർത്തുന്ന പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. അതിന്റെ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ പ്രസിഡന്റാണ് ഞാൻ. എന്റെ പേര് ഷൈൻ ചന്ദ്രസേനൻ. വേൾഡ് നടക്കുന്ന കാര്യത്തിനെ പറ്റി പ്രസിഡന്റും ചെയർമാനും പറഞ്ഞു കഴിഞ്ഞു. വളരെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. 3 ലെയർ സിസ്റ്റമാണ് നമുക്കുള്ളത്. പ്രോവിൻസ് തലത്തിലും അതുപോലെ യൂണിറ്റ് തലത്തിലും അത് കഴിഞ്ഞ് റീജിയൻ തലത്തിലും പിന്നെ ഗ്ലോബൽ തലത്തിലുമുള്ള ഒരു പ്രസ്ഥാനമാണ്.
ഇത് രാജ്യത്താകമാനം 42 രാജ്യങ്ങളിൽ ഇതുണ്ട് എന്ന് ലീഡേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റ് റീജിയനിൽ വളരെ ശക്തമായി തന്നെ സൗദി അറേബ്യയിലും അതുപോലെ ഒമാനിലും അതുപോലെ തന്നെ മസ്കറ്റിലും ഒമാനിലും അതുപോലെ ഖത്തറിലും യു എയിൽ ഏതാണ്ട് 7 പ്രോവിൻസുകളുണ്ട്. എല്ലായിടത്തും പടർന്ന് പന്തലിച്ച ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഇപ്പോൾ നമ്മൾ പ്രോവിൻസ് തലത്തിലുള്ള മീറ്റിങ്ങുകൾ കഴിഞ്ഞ് പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് മേഖലാ സമ്മേളനങ്ങൾ നടന്നു. മിഡിൽ ഈസ്റ്റിന്റെ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ആരാധ്യനായ CPIM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MP ഗോവിന്ദനാണ്. ഒരു വലിയ പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു വലിയ ചാരിറ്റി ഇനിഷ്യേറ്റീവായി നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഓരോ പ്രോവിൻസുകളും ഓരോ വീടുകൾ നമ്മുടെ മുൻ ചെയർമാനും നമ്മുടെ എല്ലാം ബഹുമാനീയമായിരുന്ന ഇബ്രാഹിം ഹാജിയുടെ പേരിൽ ഒരു ഭവന പദ്ധതി, കാരുണ്യ ഭവന പദ്ധതി, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം വീടുകൾ കൊടുക്കുവാനാണ്. ഈ ഗ്ലോബൽ കോൺഫറൻസിൽ നമ്മൾ 5 വീടുകൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ ബെനിഫിഷ്യറീസിന് കൂടെ കൈമാറുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വീണ്ടും പ്രോജക്റ്റുകൾ ചെയ്യുന്നതായിരിക്കും. ഇതിൽ രാഷ്ട്രീയമില്ല, ജാതി മത ചിന്തകളില്ലാത്തൊരു പ്രസ്ഥാനമാണ്. മലയാളികൾക്ക് മാക്സിമം കടന്നു വരാൻ പറ്റിയ ഒരു പ്രവാസി സംഘടനയാണ്. മിഡിൽ ഈസ്റ്റിൽ വളരെ ശക്തമായി നമ്മളൊന്ന് വിളിച്ചാൽ 1000 പേര് വരുന്ന രീതിയിൽ സംഘടന സജ്ജമാണ്. ഓരോ പ്രോവിൻസുകളിലും 200-250 പേരുള്ള ഒരു സംഘടനാ സംവിധാനമാണ് നമുക്കുള്ളത്. എല്ലാ അർത്ഥത്തിലും ഏത് പരിപാടി നമ്മൾ നടത്തിയാലും ഏത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാലും ഈ കോവിഡ് കാലത്ത് ഏറെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. മിഡിൽ ഈസ്റ്റ് റീജിയനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് സമയത്ത് ഒരുപാട് ഫ്ലൈറ്റുകൾ വിടാൻ നമുക്ക് കഴിഞ്ഞു. ആൾക്കാരെ ഓരോ സ്ഥലത്തു നിന്നും അവരെ ഐസൊലേറ്റ് ചെയ്ത മേഖലകളിലെല്ലാം കഴിയാവുന്ന കാര്യങ്ങൾ കോവിഡ് സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ വളരെ ശക്തമായി നമ്മുടെ കൈത്താങ്ങുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ശക്തമായി വേരുന്നാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രവാസി സംഘടന രീതി. അതുപോലെ ലോക കേരള സഭയിൽ മിഡിൽ ഈസ്റ്റ് എന്നായാലും വേൾഡ് വൈഡ് ആയാലും നമ്മളെ 12 പ്രതിനിധികൾ ഈ സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് ലോക കേരള സഭയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ നിമിഷം. നമ്മുടെ ചെയർമാനും പ്രസിഡന്റും അതിന്റെ ഭാഗമായിരുന്നു. അതുപോലെ എല്ലാവരും. അപ്പൊ അത്രയധികം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലീഡേഴ്സിനെ സംഭാവന ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറി വേൾഡ് മലയാളി കൗൺസിൽ. ഇതിന്റെ പ്രോവിൻസ് തലത്തിലുള്ള സമ്മേളനം കഴിഞ്ഞ് പുതിയ ഭാരവാഹികളായി റീജിയണൽ തലത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മേഖലാ സമ്മേളനം MP ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. അത് പുതിയ ഭാരവാഹികൾ മിഡിൽ ഈസ്റ്റ് റീജിയനിൽ വന്നു. അത് കഴിഞ്ഞ് ഗ്ലോബൽ തലത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം നടക്കുന്നു. കേരളത്തിന്റെ ഏറ്റവും ബഹുമാനിയായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി VD സതീശൻ, ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്രമന്ത്രിമാർ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് നടക്കുന്നതുകൊണ്ട് അത് കൺഫേം ചെയ്ത് കിട്ടിയിട്ടില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഈ സമ്മേളനം ഒരു വൻ വിജയമാക്കുവാൻ വേണ്ടി ഇന്ത്യ റീജിയന്റെ പ്രിയപ്പെട്ട ചെയർമാൻ അധ്യക്ഷനായി കൊണ്ടാണ് നമ്മൾ ഈ മാഡം വിജയലക്ഷ്മി മാഡം ആണ് ഇതിന്റെ സംഘാടക ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വൈബ്രന്റ് ആയി കഴിഞ്ഞ 2 മാസമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീം തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. എല്ലാ രാജ്യത്തു നിന്നും 500ഓളം പ്രതിനിധികളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രം 200 പേരെ എത്തിക്കാനുള്ള ഒരു വലിയൊരു ടാസ്കിലാണ് നമ്മുടെ ടീം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു. നോർക്കയായിട്ട് സഹകരിച്ച് നമ്മുടെ ഈ WMC നോർക്കയായിട്ട് സഹകരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് 4-ാം തീയതി നോർക്കയുടെ ഒരു ഡെസ്ക് അവൈലബിൾ ആണ് അവിടെ നമ്മുടെ ഹയാത്തില്. അതുപോലെ തന്നെ നോർക്കയുടെ ഇപ്പോഴത്തെ അജിത് കോലാശ്ശേരി CEO നമ്മുടെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ റീജിയന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് ശ്രീ KP കൃഷ്ണകുമാർ നിങ്ങളോട് ഇന്ത്യ റീജിയൻ ഈ അടുത്ത 2 വർഷത്തെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 പേർക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ യൂത്ത് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ആഗോളാടിസ്ഥാനത്തിൽ WMC കുടുംബത്തിലെ 20 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചിട്ട് UNA-യിൽ പങ്കെടുക്കാനുള്ള പരിശീലനം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നീലഗിരിയിലെ നിംസ് മെഡിസിറ്റിയും നിഷുമായിട്ട് ചേർന്ന് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മികച്ച സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി WMC ആയിട്ട് ചേർന്ന് 42 രാജ്യങ്ങളിൽ പ്രവർത്തനം തുടങ്ങാനായിട്ട് MOU സൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ 100 കുട്ടികൾക്ക്
പ്രവാസികളുടെ കുടുംബത്തിലെ 100 കുട്ടികൾക്ക് 50% ഫീസ് ഇളവ് നിഷ് സഹായിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് 25% ഫീസ് നിഷ് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ സീനിയർ സിറ്റിസൺസിനെ ഉദ്ദേശിച്ചിട്ട് പ്രവാസികളുടെ മാതാപിതാക്കൾക്ക് സുഖപ്രദവും സുരക്ഷിതവും സന്തോഷകരമായ ജീവിത സൗകര്യം നൽകുന്നതിന് സീനിയർ സിറ്റിസൺ ലീവ് പ്രോജക്റ്റ് തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്ത് പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യ റീജൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പദ്ധതി. മിസ്റ്റർ കൃഷ്ണകുമാർ, മിസ്റ്റർ ക്രിസ്റ്റോഫർ വർഗീസ് ഞങ്ങളുടെ കോ കൺവീനറാണ്, മിഡിൽ ഈസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അദ്ദേഹം നമ്മുടെ പ്രഭകർമ്മ പുരസ്കാരത്തെ കുറിച്ചും നിങ്ങൾക്ക് എല്ലാവരും പങ്കെടുത്തതിന് ഒരു നന്ദി പ്രകടനവും നടത്തുന്നതിന് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റഫർ വർഗീസ് എന്നാണ്. ഞാൻ കഴിഞ്ഞ 28 വർഷമായി ദുബായിൽ ജോലി ചെയ്ത ഒരാളാണ്. ഇത് പറയാൻ കാരണം മലയാളികൾ എന്താണ് പ്രവാസം തുടങ്ങിയെന്ന് ആർക്കും നിശ്ചയമില്ല. എന്ന് പ്രവാസം തുടങ്ങിയ കാലം മുതൽ തന്നെ മലയാളികൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ എത്തിച്ചേരുന്ന എല്ലാ മലയാളികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലോകത്ത് എവിടെയും ആവശ്യമാണ്. ഒരുപക്ഷെ ഗവൺമെന്റുകൾക്കോ സംവിധാനങ്ങൾക്കോ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു ശൃംഖലയാണ് വേൾഡ് മലയാളി കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകരും ഈ പൊതുസമൂഹവും ജനങ്ങളും ഈ രാജ്യം വിട്ട് കേരളം വിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്കും പലതരത്തിലുള്ള ആവശ്യമുണ്ട്. അത് ഗവൺമെന്റ് ആകാം, ലീഗലാകാം, വിദ്യാഭ്യാസമാകും, തൊഴിലാകും. ഇത് ഒരു മനുഷ്യന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. ഈ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുന്ന ഈ സംവിധാനത്തിലൂടെ ധാരാളം ആൾക്കാർക്ക് ജോലി നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ അഡ്വൈസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിനും തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗ്ലോബൽ കോൺഫറൻസിലെ ചില ഹൈലൈറ്റുകൾ ഇവിടെ എൻ്റെ കൂടെ വേൾഡ് മലയാളി കൗൺസിൽ സഹപ്രവർത്തകർ പറഞ്ഞു കൂടാതെ ഞങ്ങൾ അന്നത്തെ ദിവസം വിദ്യാഭ്യാസം തേടി ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അതുകൂടാതെ മെഡിക്കൽ ടൂറിസത്തിന്റെ ഒരു വെബ്സൈറ്റ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് ഇന്നൊരു വലിയ വ്യവസായ മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇതൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. മെഡിക്കൽ രംഗത്ത് വളരെ വിദഗ്ധരായ 250 ഡോക്ടേഴ്സ് അടങ്ങിയ ഒരു ഫോറം ഞങ്ങൾക്കുണ്ട്. അവരുടെ എല്ലാം സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന വലിയ വിദഗ്ധർ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. വലിയ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം തന്നെ ഡോക്ടർ ടെസ്സിയെ പോലുള്ള ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് അന്നത്തെ 5 ദിവസത്തെ പരിപാടികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഉപകാരപ്രദമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടികളാണ് ഈ 5 ദിവസം ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഭരണ നിർവഹണത്തിനൊപ്പം നടത്താനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രസ് കോൺഫറൻസ് ഇന്ന് ഇവിടെ ഈ വാർത്തകൾ വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടി ലോകത്തിന് മുമ്പിൽ എത്തിക്കാനായി എത്തിച്ചേർന്ന എല്ലാ വളരെ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്കും വേൾഡ് മലയാളി കൗൺസിൽ